മട്ടാഞ്ചേരിയിലെ ബാറിലെ അക്രമം നടത്തിയ കേസ്. ഈ കേസിലെ പ്രതി കെ സുധാകരൻ MP-യുടെ അടുപ്പക്കാരനാണ്. ബാറിൽ വെച്ച് യുവാവിനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ഷിബു കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഓപ്പറേഷൻ തുഫാന് വോളണ്ടിയറാകാൻ തയ്യാറുള്ളവരുടെ എന്ന പേരിൽ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ മുൻപന്തിയിലായിരുന്നു ഷിബു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, ഈ വേലി തന്നെ വിളവ് തിന്നുകയാണ്, അതായത് അല്ലെങ്കിൽ വേലിയെ കൊണ്ട് വിളവ് തീറ്റിക്കുകയാണ് ഇവരൊക്കെ. കാരണം ഈ തൂഫാനെ ഈ ലഹരി മുക്തമാക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി വോളണ്ടിയറാകാൻ ഗുണ്ടകളെ തന്നെ അടുപ്പക്കാരായവരെ വിളിച്ചു വരുത്തി യോഗം നടത്തുന്നു. ഇതാണ് കെ സുധാകരൻ MP ചെയ്തത്, അല്ലേ? അതെ അജിംഷാദ്, ഈ കെ സുധാകരൻ ഇങ്ങനെ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ വിളിച്ചു ചേർത്ത യോഗം ചേർന്നു എന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ അടക്കം ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യോഗം എന്നതാണ് ആദ്യം ഉയർന്ന ചോദ്യം. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു യോഗമല്ല. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയതാണ്. ഇങ്ങനെ ഒരു യോഗം വിളിക്കാനുള്ള ചുമതല ശരിക്ക് സർക്കാരിനാണ്. പക്ഷേ എങ്ങനെയാണ് MP-യുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ചിലരെ വിളിച്ച് യോഗം ചേർന്നത്, അതിൽ ക്രിമിനലുകൾ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതൊക്കെ ആയിരുന്നു വലിയ ചർച്ചാ വിഷയം. ഇനി അതിൽ പങ്കെടുത്തവർ ക്രിമിനലുകളാണോ എന്നത് സംബന്ധിച്ചും ചില സംശയങ്ങളൊക്കെ ഉയർന്നു. എന്നാൽ ആ സംശയത്തിന് ഇന്ന് തന്നെ അത് സംശയ നിവാരണം വന്നിരിക്കുകയാണ്. കാരണം അന്ന് ഈ കെ സുധാകരൻ വിളിച്ച ആ യോഗത്തിൽ പങ്കെടുത്ത മുൻപന്തിയിലുണ്ടായിരുന്ന, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട് മുൻപന്തിയിലുണ്ടായിരുന്ന ഷിബു എന്ന് പറയുന്നയാളെ ഈ ബാറിൽ അക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. മട്ടാഞ്ചേരിയിലൊരു ബാറിലാണ് ഈ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ ഷിബുവും സുഹൃത്ത് ഷിഹാബും ചേർന്ന് വലിയ ആക്രമണം അവിടെ അഴിച്ചുവിട്ടത്. അവിടെ 46-കാരനായ ഒരു യുവാവിനെ ഈ ഷിബുവും ഷിഹാബും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മാരകായുധം ഉപയോഗിച്ചാണ് ഇയാളെ മർദ്ദിച്ചത്. ബാറിൽ വെച്ചാണ് ഈ സംഭവം. ഇയാളെ അറസ്റ്റ് ചെയ്ത് സാഹചര്യത്തിലാണ് ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് 2 ദിവസം മുൻപ് കെ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ ബാറിൽ അക്രമം നടത്തിയതിന് പിടിയിലായത് എന്നുള്ള വിവരം വ്യക്തമാകുന്നത്. മാത്രമല്ല, അന്ന് ഈ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ വിവരങ്ങളും പിന്നീട് പുറത്തു വരികയുണ്ടായി. അത് AKG സെൻറ്റർ ആക്രമണ കേസിലെ പ്രതിയാണ്, 2ാം പ്രതിയായിട്ടുള്ള സുഹൈൽ ഈ യോഗത്തിലുണ്ടായിരുന്നു. ഒപ്പം വിവിധ ക്രിമിനൽ കേസുകളിൽ എറണാകുളം ജില്ലയിലും മറ്റ് ജില്ലകളിലുമൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവിധ കേസുകളിൽ പ്രതിയായ റിയാസ്, ഇതുകൂടാതെ 106 കിലോ കഞ്ചാവുമായി പിടിയിലായ ബിലാൽ, ഇവരൊക്കെയാണ് ഈ ഓപ്പറേഷൻ തുഫാൻ വളണ്ടിയർമാരായി തയ്യാറെടുത്തു എന്ന് പറയുന്നവരുടെ ആ കൂട്ടത്തിൽ ഇവരൊക്കെയാണ് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അപ്പോൾ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് കെ സുധാകരൻ കണ്ടെത്തിയ ആളുകൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്ന ഒരു വൈരുദ്ധ്യം കൂടി പുറത്തു വരികയാണ്. അത് ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടലോടെയാണ് ഈ വാർത്തയൊക്കെ പലരും കേൾക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ഷിബുവിൻ്റെ കാര്യം തന്നെ നമ്മൾ കണ്ടു. അയാൾ ബാറിലുണ്ടാക്കുന്ന അക്രമം, ഒരാളെ മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അയാളാണ് കഴിഞ്ഞ ദിവസം ഈ സുധാകരൻ വിളിച്ച യോഗത്തിൽ ഇങ്ങനെ മുൻനിരയിൽ വന്ന് ഇരിക്കുകയാണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിന് എന്ന പേരിൽ. മാത്രമല്ല, ഈ യോഗത്തിൽ സർക്കാരിൻ്റെ ഈ തുഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരുമായി സംവദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവർ വളണ്ടിയർമാർ എന്നുള്ള രീതിയിലാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകളായ ആളുകൾക്ക് ഈ വിവരങ്ങൾ കൈമാറി എന്നൊരു പ്രശ്നം കൂടി അവിടെ. നമ്മോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ A. സജീവൻ കൂടിയുണ്ട്. ശ്രീ A. സജീവൻ, ഈ കെ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗം, അതിൽ AKG സെൻറ്റർ ആക്രമണ കേസിലെ പ്രതി, ബാർ ആക്രമണ കേസിലെ പ്രതി ഒക്കെ ആയിട്ടാണ് തൂഫാൻ വോളണ്ടിയർ ആകുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുകയാണെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ അതിൽ ചേർത്തേണ്ടത്, അതിന്റെ ഭാഗമാക്കി മാറ്റേണ്ടത് ആ തരത്തിൽ ഉള്ള ആളുകളെ ആയിരിക്കണം. ഇത് ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള അക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ ഒക്കെ തൂഫാന്റെ ഭാഗമാക്കിയിട്ട് അത്തരത്തിൽ സമൂഹത്തിന് ഗുണകരമാണ് എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ളതാണെന്ന് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമല്ലോ അതൊരു പ്രഹസനമായിട്ട് മാറും. അത്തരത്തിലുള്ള പ്രഹസനമായിട്ടാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കരുതേണ്ടി വരിക.